ഹായ് എവ്രി വൺ വെൽക്കം. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് വിൻക എന്ന പേരുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ഇതിനെ പെരിവിങ്കിൾ എന്ന് പറയും. അതുപോലെ എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ശവന്നാറിപ്പൂ എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ അത്ര സ്മെല്ല് അത്ര കൊള്ളാവുന്ന സ്മെല്ലൊന്നുമല്ല. നമുക്കൊരു നല്ല ഗുഡായിട്ട് തോന്നില്ല. പക്ഷേ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. എവർ ബ്ലൂമിങ് ആണ്. എപ്പോഴും ഇതുമിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കുറച്ചുകൂടെ ചെറുതാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇത്രയും ചെറിയൊരു പാറ്റേൺ ഉണ്ടാക്കിയത്. ഹായ് എവ്രി വൺ വെൽക്കം. ഇന്ന് ഞാനൊരു വിൻക ഫ്ലവറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള വളരെ തിന്നായിട്ടുള്ള റിയാണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.25 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പെറ്റൽസിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ഇതുപോലെ തിന്നായിട്ടുള്ള വയറ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. പിന്നെ ലൈക്കും കമൻറ്റും എല്ലാം വേണം. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു സ്ലിപ്പ് നോട്ടാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ചാണ് വരുന്നത്. 6 ചെയിനാണ് വേണ്ടത് കേട്ടോ. 1 2 3 4 5 6 ചെയിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ഫ്ലവറാണ്, അത്ര വലിപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ തിന്നായിട്ടുള്ള യാൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ ചെറിയ ഹുക്കും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒറിജിനാലിറ്റി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. 6 ചെയിനായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യുന്നു. അടുത്തത് മുതൽ നമുക്ക് സിംഗിൾ ക്രോഷേസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 സിംഗിൾ ക്രോഷേ വരും. 1 2 3 4 5. ഇപ്പോൾ നമുക്ക് 5 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. നമ്മളിനി സാധാരണ ഇവിടുന്ന് സാധാരണ വർക്കുകളൊക്കെയും ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡിലോട്ടാണ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ഇതേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു തവണ ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മുകളിലോട്ടേക്കാണ് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3. ഓക്കെ, ഇനി നമുക്ക് വയറ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. വയറ് ആഡ് ചെയ്യുന്നു. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. ഇനി നമുക്കിവിടെ 2 സ്റ്റിച്ചസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. താഴെ വരുന്ന 2 സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2. ഇനി നമുക്ക് താഴേക്ക് തന്നെയാണ് ഈ നമുക്കൊരു സിംഗിൾ ക്രോഷയും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ഒരു തവണ കൂടി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന യാണ് കട്ട് ചെയ്ത് കളയാം. ഇനി അത് നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റർബായിട്ട് ഫീൽ ചെയ്യും. 2 സ്റ്റിച്ചിലൊക്കെ അതിന് നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനിയൊരു ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷേ.
ലാസ്റ്റ് സ്റ്റിച്ചാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇത് വളരെ ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചസും ഭയങ്കര ചെറുതായിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് നോക്കണം. കുറച്ച് ടൈറ്റായിട്ട് ചെയ്താലാണ് ഒരു ഫ്ലവറിൻ്റെ ഒരു റിയാലിറ്റി നമുക്ക് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ വരുന്ന ഈ ഫസ്റ്റ് സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഒരു പീക്കോട്ട് സ്ലിപ്പ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കുനിപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. വീണ്ടും നെക്സ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്ക് ആദ്യം വരുന്നത് ഒരു ഡബിൾ ക്രോഷ്യയിലാണ്. ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ, വീണ്ടും ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസിൽ സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് വേണ്ടത്. 1, 2, 4. സോ നമ്മൾ അപ്പുറത്തെ സൈഡിൽ 4 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴും 4 സിംഗിൾ ക്രോഷ്യേഴ്സ് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. ഇപ്പം ഈ യാണിനെ 2 വയറുകളെ കൂട്ടി വയ്ക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ എടുക്കുന്നു. ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെയും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നീളത്തിലായിട്ട് യാണിനെ നമുക്ക് കട്ട് ചെയ്യാം. ഈ വയറിനെ ഒന്ന് ചുറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാം. കണ്ടില്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ കുറച്ച് നേരമായി വന്ന് ഇവിടെ കുറച്ച് വികസിച്ചിരിക്കും. പിന്നെ അറ്റത്തേക്ക് വരുമ്പം ഒരു കുനിപ്പാണ് നമുക്ക് ഈ ഫ്ലവറിൻ്റെ പെറ്റലിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വലിപ്പമില്ല, ചെറുതായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ഇതിനകത്ത് ഇവിടെ ചുറ്റി വയ്ക്കാം. കാരണം ഇനി ഇതുപോലെയുള്ള ഒരു 5 പെറ്റൽസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഫ്ലവറിന് 5 പെറ്റൽസാണ് ഉള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് 5 എണ്ണം ചെയ്യണം. പിന്നീട് എല്ലാത്തിനെയും നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം നമുക്ക് ഈ വയറോ ത്രെഡോ ഒന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നോക്കി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് ഈ പെറ്റൽസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. സോ ഈ പൊന്തി നിൽക്കുന്ന യാൺസ് എല്ലാം ഒന്ന് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് അടുത്ത് വെച്ച് ചൂടാക്കരുത്. അപ്പം ഇതിന് ഒരു കറുത്ത കളറ് പിടിക്കും. നോക്കി വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ വെച്ച് ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് ചൂടാക്കി സ്ട്രൈറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
കുറച്ചുകൂടെ ഒരു റിയാലിറ്റി ഫീൽ കിട്ടാനായിട്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലവറിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഒരു യെല്ലോ കളർ ചെറുതായിട്ട് വരും. അപ്പം വൈറ്റ് കളർ ഫ്ലവർ ആണെങ്കിൽ ഒരു റെഡ് കളറിലോ അല്ലെങ്കിൽ പിങ്ക് കളറിലോ കാണാറുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തൊരു ചെറുതായിട്ട് ഒരു കുഞ്ഞ് യെല്ലോ കളർ പോളൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കതിന് ഒരു യെല്ലോ കളറിൽ തിന്നായിട്ടുള്ള ഞാൻ എടുത്തിട്ടുണ്ട്, തിന്നായിട്ടുള്ള വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം നടുവിൽ വെച്ച് നമുക്ക് ഈ ആണിനെ ഒന്ന് അതിനകത്ത് കുറച്ച് ഞാൻ കയ്യിലിങ്ങനെ പിടിച്ചേക്കാം. ചുറ്റി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇത്രയും ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്കതിനൊന്ന് വറയ്ക്കാം. ഇത്രയും ഭാഗം മതിയാവും മുന്നിലോട്ട് നിൽക്കുന്ന ഒരു പോർഷൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള യാൺ വെച്ച് ഒന്നുകൂടെ അതിനെ ടൈറ്റ് ചെയ്ത് രണ്ട് ഭാഗം ഉണ്ടല്ലോ എല്ലാം കൂടെ ഒന്നിച്ച് ചുറ്റി കൊടുക്കാം. ഇതിന് അഴിഞ്ഞു പോരാൻ പാടില്ല. കമ്പി വളഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് ചെയ്ത് കഴിഞ്ഞ് അതിനൊന്ന് ടൈറ്റൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും പോർഷനൊന്നും മുകളിലോട്ട് കാണത്തില്ല, എന്നാലും നമുക്കൊരു സേഫ്റ്റി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കമ്പി ഒന്ന് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് അതിനകത്ത് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതാണ് നമുക്ക് കട്ട് ചെയ്യാം. അതായത് ഇതൊന്നും നമുക്ക് അതിനകത്ത് പെടത്തില്ല. ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇവിടെ പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോളൻ പാർട്ട് ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ പെറ്റൽസ് കുറച്ചിങ്ങനെ വിടർന്നിരിക്കുന്ന പെറ്റൽസാണ്, ഇങ്ങനെ പുറത്തോട്ട് പരന്നിരിക്കുന്ന പെറ്റൽസാണ്. നമുക്കതിനൊന്ന് ജസ്റ്റ് നിവർത്തി കൊടുക്കാം. ഏകദേശം ഇങ്ങനെ പരന്നാണ് ഇതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ടാണ് നമുക്ക് ഈ പോളൻ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിനകത്ത് കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് ശരിയായില്ലെങ്കിൽ നമുക്ക് കമ്പി വിരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വന്നോളും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ഇത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ നിവർത്തിയെടുത്താലും മതിയാകും. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ അടിയിലൊക്കെ അധികം ഗ്യാപ്പില്ലാണ്ട് പിടിച്ചേക്കാം. ഇത്ര ഒരു ചെറിയൊരു പോർഷനാണ് ഈ യെല്ലോ അതിനകത്ത് വരുന്നത് കേട്ടോ. നമുക്കതിനൊന്ന് ചുറ്റി കൊടുക്കാം അടിയിലുള്ള വയേഴ്സ്. ഇനി ഇതിൻ്റെ ലീഫും തണ്ടും എല്ലാം കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രീൻ കളറിലുള്ള നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള യാണെടുത്ത് താഴെ നിന്ന് അങ്ങ് ചുറ്റി കൊടുക്കാം.
നമുക്ക് റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒറിജിനലല്ല, എന്തായാലും നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. കുറച്ചൊക്കെ ഒരു ഇത് അവിടെ സംഭവിക്കട്ടോ. ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണം ഈ കളേഴ്സ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ചിലപ്പം നമ്മളിനി ഗ്രീൻ കളർ ചുറ്റുമ്പം അതിനകത്ത് അത് വന്ന് പെടാനുള്ള ആ ഒരു കളറ് പുറത്തോട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു യാണാണ് ഗ്രീൻ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതൊന്നും അധികം പുറത്തോട്ട് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഒരു ബഞ്ചായിട്ട് ഒരുപാടൊന്നും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പൂവൊക്കെ ഒരുമിച്ചുണ്ടാവും. അതിൻ്റെ കൂടെ അതിൻ്റെ ബഡ് ഉണ്ടായിരിക്കും. പിന്നെ ഫ്ലവർ ലീഫിൻ്റെ അല്ലെങ്കിൽ ഒരു തണ്ടിൻ്റെ അറ്റത്ത് വന്നിട്ടായിരിക്കും ഈ പൂക്കൾ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് ഇതുപോലെ ഒരു 2 പൂക്കൾ കൂടെ ഉണ്ടാക്കാം. പിന്നെ നമുക്കതിൻ്റെ ബഡ്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ബഡ് നമുക്ക് ഇത് കഴിഞ്ഞ് ചെയ്യാം. അപ്പം ഞാൻ പരമാവധി കുറച്ച് നീളത്തിൽ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. നമുക്കെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ അറ്റം ഒന്ന് നിവർത്തിയിട്ട് അതിനകത്ത് യാൺ വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് സേഫായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഇത് പോരും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഞാനതിങ്ങനെ ചെയ്യുന്നു. ഇനി നമുക്കിതുപോലുള്ള ഫ്ലവറും ബഡെല്ലാം ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അന്നേരം എന്തെങ്കിലും പ്രോബ്ലം തോന്നുവാണെങ്കിൽ നമുക്കതിനെ നിവർത്താവേ. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻക ഫ്ലവറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണയായിട്ട് ഈ ഒരു പിങ്ക് കളർ കാണാറുണ്ട്, ഒരു റോസ് കളറ്, പിന്നെ വൈറ്റ് കളറ് കാണാറുണ്ട്, റെഡും ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. എല്ലാത്തിൻ്റെയും ഈ സെൻറ്റർ പാർട്ടിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കളറിൽ. വൈറ്റ് ആണെങ്കിൽ ഒരു പിങ്ക് കാണാം, അല്ലെങ്കിൽ റെഡിൻ്റെ ഉണ്ട്. റെഡ് കളറിലാണെങ്കിൽ സെൻറ്ററിൽ യെല്ലോ ഉണ്ടാവും, പിങ്ക് ഉള്ളത് ഉണ്ട്. അപ്പം ഞാനിതിൽ ഏകദേശം ഒരു നല്ല കളർ നോക്കി ചെയ്തതാണ്. നിങ്ങൾക്ക് വൈറ്റിലോ റെഡിലോ പിങ്കിലോ ഏത് കളറിലോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഫ്ലവർ ഇത്രയും സൈസ് ഉണ്ടായിരിക്കില്ല, ഇതിനും ചെറുതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ലീഫ് ചെയ്യാം. ഇതിൻ്റെ ലീഫ് കുറച്ചൊരു ഡാർക്ക് ഗ്രീൻ കളറായിട്ടാണ് സാധാരണ ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ പെറ്റൽസും ഉണ്ട്, കുറച്ച് വലിപ്പമുള്ള പെറ്റൽസും ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെറുതിൻ്റെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം. എന്നിട്ട് ഒരു 10 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ 10 ആയിക്കഴിഞ്ഞാൽ അതിലത്തെ ഫസ്റ്റ് സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ. അതായത് ഇതിനെ ഇനി കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. 2 സിംഗിൾ ക്രോഷേ, അടുത്ത 2 സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ, ഇനി വരുന്ന 2 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞ് വരുന്ന 2 സ്റ്റിച്ചിൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ട്രിപ്പിൾ ക്രോഷേ 2 എണ്ണം ചെയ്യാം.
വരുന്ന ലാസ്റ്റ് ഒരു സ്റ്റിച്ചാണുള്ളത്. അതിനകത്ത് നമുക്ക് 3 ഡബിൾ ക്രോഷേ ഒന്നിച്ച് ചെയ്യാം. നമ്മളാകെ 10 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നിന്ന് ആദ്യത്തെ നമുക്ക് സ്കിപ്പ് ചെയ്തു. പിന്നെ നമുക്ക് 9 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അതിൽ 2 സിംഗിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 2 ട്രിപ്പിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഇനി വരുന്ന ഒരു സ്റ്റിച്ചിനകത്ത് നമുക്ക് 3 ഡബിൾ ക്രോഷേ ഒരുമിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സൈഡാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് ചെയ്തതിൻ്റെ റിവേഴ്സാണ് നമുക്കിനി അപ്പുറത്തെ സൈഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ട്രിപ്പിൾ ക്രോഷേ വരും. അത് കഴിഞ്ഞ് നമുക്ക് 2 ഡബിൾ ക്രോഷേ, പിന്നീട് വരുന്ന 2 സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ സ്റ്റിച്ച് നോക്കി അതിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത് നമുക്ക് ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ടെയിലാണ് കേട്ടോ. അത് നമുക്ക് 1-2 സ്റ്റിച്ചിനുള്ളിലൊക്കെ അതിനെ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് പിന്നീട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ അതിനെ കട്ട് ചെയ്ത് കളയാം. 2 സ്റ്റിച്ചിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഏകദേശം ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ഷനിൽ ഇനി വയർ ആഡ് ചെയ്യാവുന്നതാണ്. വളരെ തിന്നായിട്ടുള്ള വയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ഈസിയാണ്. അതായത് ഇനി വരുന്ന എല്ലാ സ്റ്റിച്ചസിലും ആ ഒരു പ്രോജക്റ്റിൻ്റെ റൗണ്ട് ഫുള്ളായി നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ക്രോഷേസ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് സ്റ്റിച്ച് നോക്കിയിട്ട്.
പിന്നെ നമുക്കൊരു സേഫ്റ്റിക്ക് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ആണിനെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനൊന്ന് ഷേപ്പ് വരുത്തിയെടുക്കുക, കറക്റ്റ് ഷേപ്പിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബാക്കി നിൽക്കുന്ന കമ്പി രണ്ടറ്റം ഉണ്ടല്ലോ വയറിൻ്റെ, അത് കൂട്ടി പിരിച്ച് വെച്ചിട്ട് അതും കൂടെ ഈ ത്രെഡിനെ ഒന്ന് ചുറ്റി ഒന്ന് നീറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഈ ചെറിയ ലീഫ് 2 എണ്ണം ചെയ്യാം. ഇനി അതുപോലെ നമുക്ക് കുറച്ചും കൂടി വലിയ ലീഫ് വേണം. അന്നേരം നമുക്ക് ഇപ്പോൾ നമ്മൾ 10 ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് പകരം 14 ചെയിൻ സ്റ്റിച്ച് എടുക്കാം. എല്ലാം നമ്മൾ 2 എണ്ണം വെച്ചാണ് ചെയ്തത്, അതായത് 2 സിംഗിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ ഒക്കെ. ഇവിടെ നമുക്ക് അതെല്ലാം ഒരു 3 എണ്ണം വെച്ച് ചെയ്യാം. പിന്നീട് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന സ്റ്റിച്ചിലാണെന്നുണ്ടെങ്കിൽ 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് പകരം 5 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യാം. പിന്നെ വയർ ആഡ് ചെയ്യുന്നതും സിംഗിൾ ക്രോഷേ ചെയ്യുന്നതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മൊത്തം 2 ലീഫുണ്ട്, 2 ചെറുതും 2 വലുതുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനൊരു ഫ്ലവറിൻ്റെ ബഡാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കൊരു ചെറിയ ത്രെഡ്, ഒരു വയർ എടുക്കാം, അതിന് ആ ഒരു ഫ്ലവറിൻ്റെ കളറിലുള്ള ത്രെഡ് വെച്ച് നമുക്കൊന്ന് ചുറ്റി എടുക്കാം. നമുക്ക് ഏകദേശം ഒരു ബഡൊക്കെ നിൽക്കുന്ന ഒരു ഷേപ്പിൽ ചുറ്റിയെടുക്കുക. 2 അറ്റത്തും കുറച്ച് കട്ടി കുറഞ്ഞിട്ടും നടുവിൽ കുറച്ച് കട്ടിയുള്ള രീതിയിലുമാണ് നമുക്കതിനൊന്ന് ചുറ്റിയെടുക്കേണ്ടത്. ഈ പിങ്ക് കളറിൽ ഒരു ബഡിൻ്റെ ഷേപ്പിൽ ചുറ്റിക്കഴിഞ്ഞാൽ അടിയിലേക്ക് ഗ്രീൻ കളറിൽ ചുറ്റി കൊടുക്കുക കേട്ടോ. നോക്കിയേ, പാറക്കുട്ടി സാരി ഉടുത്തിട്ട് വന്നാണ്.
പാത്രമാണ് കഴിച്ചില്ല. ഇഞ്ചക്ഷൻ സമയം മാറുന്നാളെ ആവുക എനിക്കറിയാം അതൊക്കെ. മാറ് മാറ്. ഫ്ലവർ ബഡ് റെഡി ആയിട്ടുണ്ട്. ഞാനവിടെ ടോട്ടൽ 2 ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ഒരു ബഡ് ചെയ്തിട്ടുണ്ട്, 4 ലീഫാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിനെ അസംബിൾ ചെയ്യാം. അതിന് വേണ്ടി നമുക്കൊരു വയർ ആവശ്യമുണ്ട്. ഞാനിവിടെ ഈ തിന്നിയാണ്ട് തന്നെ കുറച്ച് 2-3 ലെയറൊക്കെ ആയിട്ട് മടക്കി എടുത്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ബഡാണ് വെച്ചിട്ടുള്ളത്, കാരണം ഇതിൻ്റെ അറ്റത്താണ്, തണ്ടിൻ്റെ അറ്റത്താണ് എപ്പോഴും ഫ്ലവേഴ്സ് കാണാറുള്ളത് കേട്ടോ. നമുക്കതിൽ നൂല് ചുറ്റി കൊടുക്കാം. കയ്യിൽ ഗ്ലൂ അധികം മുട്ടിപ്പിടിക്കാണ്ടും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ സാധാരണമാണ്. പിന്നീട് 2 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലോട്ടായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പോഴും ഒരു ഒറിജിനൽ ഫ്ലവറിൻ്റെ അത്രയും ചെറുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതെനിക്കറിയാം. കാരണം ഇതന്നെ ഞാൻ കുറേ നേരം ട്രൈ ചെയ്താണ് ഇത്രയും ചെറിയ ഒരു ഷേപ്പിലേക്ക് ഒരു സ്റ്റിച്ച് പാറ്റേൺ കണ്ടുപിടിച്ച് ചെയ്തത്. ഇനിയും ഒന്നുകൂടിയും ചെറുതാക്കാം, പക്ഷേ നമുക്കത് വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. അതായത് സ്റ്റിച്ചസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ അറിയില്ല എവിടെയാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം 2 ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആദ്യം 2 ലീഫ് വയ്ക്കുക. അതായത് അപ്പുറം ഇപ്പുറം 2 ലീഫ് വയ്ക്കുന്നു. ആ ചെറിയ ലീഫ് ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേണം അതിന് താഴെ നമുക്കിനി ബിഗ് ലീഫ് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ലീഫ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലവറിന് സാധാരണയായിട്ട് വിൻക എന്നാണ് പറയുന്നത്. പിന്നെ പെരി വിങ്ക് എന്നുള്ളൊരു നെയിം കൂടെ ഉണ്ട്. സാധാരണയായി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ശവന്നാറിപ്പൂ എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ സ്മെല്ല് അത്ര പ്ലീസിങ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല. ഇതിന് ലീഫിനായാലും ഫ്ലവറിനായാലും അത്ര ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടേക്ക് ഇതിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഡി ബാക്കി വേണം